നടൻ ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് കുറേയധികം ക്രൂര പീഡനങ്ങളുടെ കഥകൾ വെളിപ്പെടുത്തി അവരുടെ വീഡിയോയിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു. അതെല്ലാം ജനങ്ങൾ ഏകദേശം വിശ്വസിച്ച മട്ടാണ്. ജനങ്ങൾക്ക് അവരെ ഏകദേശം വിശ്വാസവുമായി. ആ സമയത്താണ് ഇപ്പോൾ ബാലയുടെ ഇപ്പോഴത്തെ വൈഫായ കോകില എലിസബത്തിനെതിരെ കുറേയധികം വിവാദങ്ങളുമായിട്ട് അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നാൽ എലിസബത്ത് അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് കൃത്യമായ മറുപടികൾ അവരുടെ വീഡിയോയിലൂടെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറയുന്നു പറഞ്ഞു, എന്ത് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്? ശരിക്കും ഇപ്പോൾ എലിസബത്തിനെ എല്ലാവരും ഏറ്റെടുത്ത് അല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഒരു ഭാഗം എല്ലാവരും മനസ്സിലാക്കി. നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ആരൊക്കെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അവരെല്ലാം ബാലയുടെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. പക്ഷേ വൺസ് എലിസബത്ത് തുറന്ന് സമ്മതിക്കുമ്പോൾ ബാലയിൽ നിന്ന് ഏറ്റ പീഡനങ്ങളും ക്രൂരതകളും അത് സത്യമാണെന്ന് ആളുകൾക്ക് ബോധ്യം വന്നതിന് ശേഷം ആ ഒരു സപ്പോർട്ട്, ആ ഒരു ബലം അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് അവിടെ കുറയുന്നു. എലിസബത്തിനും അല്ലെങ്കിൽ മുൻ ഭാര്യയായ ഗായയ്ക്കും കുഞ്ഞിനും ഒക്കെ ഉള്ള ഒരു സപ്പോർട്ട് കൂടുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും നാളും, അല്ലെങ്കിൽ എലിസബത്ത് ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു അറൌണ്ട് 1 month എബോ ആയെന്ന് തോന്നുന്നു അല്ലേ. ഇത്രയും നാളായിട്ടും ബാലണ്ണൻ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ സോകോൾഡ് വെഡഡ് വൈഫ് രംഗത്ത് വന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇതുവരെ ഭാര്യയെ ഇറക്കാത്തത് അല്ലേ. അപ്പൊ എന്തായാലും ഒരു വിരാമമായിരിക്കുകയാണ്. അതിന് അന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ അതിനും കോമഡി ആയിട്ട് തോന്നുന്നു. അതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ കൊക്കില ഇത് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് ബാല പറയുന്നുണ്ട്, ജസ്റ്റിസ് ഫോർ കൊക്കില, ജസ്റ്റിസ് ഫോർ അവർ ഫാമിലി. എല്ലാരെയും ഒരേപോലെ ചിരിപ്പിച്ചൊരു ഡയലോഗാണ്. അതെ, കാരണം ഈ കോക്കില വന്നിട്ട് ബാലയുടെ അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ മറ്റേ നാടകം കളിക്കുന്നത്. നാടകം എന്ന് ഞാൻ നമുക്ക് മനസ്സിലാകും. കാരണം ഇതിനകത്ത് ബാല പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കാര്യങ്ങൾ വന്ന് തമിഴിലാണ് സംസാരിച്ചിരിക്കുന്നത് കോകില. കേരള മക്കൾക്ക് വണക്കം, എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും വിടുങ്ക, ഞങ്ങളെ ഒഴുങ്ക മാമ ബാലമാമ. ഓക്കെ, മാമ കറക്റ്റ്, മലയാളത്തിൽ പറ്റിയ പേരാ അല്ലേ മാമ. അപ്പോൾ എലിസബത്തിനെ കുറിച്ച് അവർ പറയുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ, എലിസബത്ത് വിവാഹം കഴിച്ചിരുന്നു, നിങ്ങൾ ആ പഴയ ഭർത്താവിൻ്റെ കൂടെ പോയി ജീവിക്കൂ, നിങ്ങളൊരു മാനസിക രോഗിയാണ്, നിങ്ങൾക്കൊരു 15 വർഷമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ വലിയ എന്തോ സംഭവമായിട്ട് അത് നിങ്ങൾ മലയാളികളോട് തുറന്നു പറയൂ. അതായത് നിങ്ങളുടെ കള്ളത്തരം നിങ്ങൾ ആദ്യം തുറന്നു പറയൂ, എന്നിട്ട് ഞങ്ങളുടെ കള്ളത്തരം നിങ്ങളുടെ ലൈഫ് ശരിയാകും. അതായത് അതെ വലിയ എന്തോ ഒരു വലിയ ക്രൂര അപരാധം ചെയ്തതുപോലെയാണ് അതിനെ പറയുന്നത്. അത് മാത്രമല്ല പൗർണമി, കോകില പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ, നിങ്ങൾ അതുവഴി അങ്ങ് പോയാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ കോകില പറയുമ്പോൾ പൗർണമി പറഞ്ഞ പോലെ എന്തോ വലിയ അപരാധം എലിസബത്ത് ചെയ്ത മട്ടിലാണ് കോകില അതിനകത്ത് സംസാരിച്ചത്. എന്നാൽ എലിസബത്ത് ഇതിനൊരു കിണ്ണ മറുപടി കൊടുത്തിട്ടുണ്ട്. എലിസബത്ത് പറയുന്നത്, 5 വിവാഹം കഴിച്ച 4 വിവാഹമാണ് ജനങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിൽ ഇവൻ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ, ഇവൻ അമ്മമാരുടെ പ്രായത്തുള്ളവരുടെയും കുഞ്ഞുങ്ങളുടെ പ്രായത്തുള്ള എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അതിനൊന്നും തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ 4 വിവാഹം കഴിച്ച് 3 അവൻ യൂസ് ആൻഡ് ത്രോ ആക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ മാന്യമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിച്ച് ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് ഓർത്തത്. സത്യം പറഞ്ഞാൽ എലിസബത്ത് എന്ത് സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എലിസബത്തിന്റെ വീഡിയോ കാണാൻ നല്ല രസമാണ്. അവരതിനകത്ത് മുഖം കാണിക്കുന്നില്ലെങ്കിലും അവരുടെ വോയിസ് ഓവർ കേൾക്കാൻ നല്ല രസമാണ്. ഒരു പ്രക്ഷുബ്ധതയും ഇല്ലാതെ, ഒരു നാടകീയതയും ഇല്ലാതെ വളരെ അതായത് അവരത്രയും മരവിച്ചിരിക്കുന്നു. അത്രയും സോക്കോൾഡായിട്ട് ആ അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് അത്രയും ഇഷ്ടം, അത്രയും അന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഒരു വീഡിയോയിൽ മാത്രം അവർ ഇച്ചിരി ഗദ്ഗത ചിത്തയായിട്ട് സംസാരിച്ചിരുന്നു, എനിക്ക് ബാലയെ ഭയങ്കര ഇഷ്ടം, ബാലചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആരാധനയ്ക്ക് അപ്പുറം എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത പ്രണയമായിരുന്നു എന്ന് ഈ പെൺകുട്ടി എലിസബത്ത് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. 3 ആഴ്ച മാത്രം നീണ്ടുന്ന 2019 അവരുടെ വിവാഹം മോചനം ഇച്ചിരി താമസിച്ചാണ് അവർക്ക് കിട്ടിയത്. അത് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു. പക്ഷേ ഈ മ്യൂച്വൽ ഡിവോഴ്സിനെ സഹായിച്ചത് ബാലയാണ്. ആ സത്യം എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് തെളിവ് വടി അടിക്കാനായിട്ട് എലിസബത്തിന്റെ കയ്യിൽ വെട്ടി കോകില ചേച്ചി തന്നെ കൊടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ ബാല അത് വിചാരിച്ചില്ല. കോകില വന്നിട്ട് ഏതാണ്ട് പേപ്പറൊക്കെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അത് എന്തുവാ അല്ലേ വാട്സ്ആപ്പ് ചാറ്റോ ബ്രദറുമായിട്ടുള്ള ചാറ്റോ ഒന്നും എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി അവർ പറഞ്ഞത്. എങ്കിൽ അത് കൃത്യമായിട്ട് ഇന്ന് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സ്ആപ്പ് ചാറ്റൊക്കെ. അതുപോലെ ശാരിക ശ്രദ്ധിച്ചോ, ഈ വീഡിയോസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കോക്കില സംസാരിക്കുമ്പോഴെല്ലാം കട്ട് ചെയ്തിട്ടാ വരുന്നത്. അതായത് ഒരു കട്ടിന് ശേഷം അടുത്ത പറയാനുള്ള കാര്യങ്ങൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയോ പറഞ്ഞു അവര് പറയുമ്പോ തുടങ്ങുന്നുണ്ട്, എന്തോ ക്യാരറ്റ് പായസോ എന്തോ സംതിങ് പാൽപ്പായസം, ക്യാരറ്റ് പാൽപ്പായസം കഴിച്ചിട്ടല്ലേ തുടങ്ങിയത്. അല്ല, അത് ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുക്ക് ചെയ്ത് കഴിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ ബാലമാമയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും, ഞങ്ങൾ സ്വസ്ഥമായിട്ട് പോവാണ്, എലിസബത്ത് ചേച്ചിക്ക് അറിയാം, എലിസബത്ത് ചേച്ചി ഇങ്ങനെ പറയുന്നത്. എലിസബത്ത് ചേച്ചി എന്നാണല്ലോ. അത് എലിസബത്ത് പുച്ഛത്തോടെ പറയുന്നുണ്ട്, ചേച്ചിയോ, അവരെന്തർത്ഥത്തിലാണ് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്, എന്തിനാണ് എന്നെ ചേച്ചി എന്ന് വിളിച്ചത്? എലിസബത്ത് ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കോകില എന്ന് പറയുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മുടെ ടീമുകൾ പൊക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിനകത്ത് അവർ ഒരു നല്ല കുക്കർ, സോറി
ക്ഷമിക്കുക, നല്ലൊരു ഷെഫാണ്. അതോടൊപ്പം തന്നെ അവര് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ കോഫി മേക്കറൊക്കെയാണ് അവര്, അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ അവർ എക്സ്പേർട്ട് ആയിരുന്നു. അതിന്റെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതൊക്കെ ഇനി ബാല അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവരുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ട് ഇൻ പാചകമാണ്. അതിൽ നമുക്ക് ഒന്നും തർക്കമൊന്നുമില്ല. അത് അവർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേഴ്സണൽ ബ്ലോഗിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ ബ്യൂട്ടി അതുപോലെ ഈ കുക്കിംഗ് ബ്ലോഗ്സ് ആണ് കൂടുതൽ ഇടാൻ താല്പര്യപ്പെടുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ എന്ത് പറയട്ടെ ജനങ്ങളോട്, ബാലയ്ക്ക് പറ്റിയ പേരണ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കോക്കില കിട്ടിയിരിക്കുന്ന വെച്ചാൽ എലിസബത്ത് പറയുന്നത് മിക്ക കാര്യങ്ങളും ബാല നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടാണ് എലിസബത്ത് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നത്. ഇയാൾ എപ്പോഴും മീഡിയയോട് പറ, നീ ഒരു യഥാർത്ഥ ഭാര്യയാണോ, നീ എന്തൊരു ഭാര്യയാണ്. അതായത് ഇവൻ ചെകുത്താന്റെ കേസിൽ, ചെകുത്താനെയും അതുപോലെ ആറാട്ടണനെയൊക്കെ ഭീഷണിപ്പെടുത്തിയ കേസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ എലിസബത്തിനെ വലിച്ചടയ്ക്കുമായിരുന്നു മീഡിയയിലോട്ട്. കാരണം എലിസബത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ആഫ്റ്റർ ഓൾ ഷീസ് എ മലയാളി, അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഷീസ് ആൻ ഇന്റലിജന്റ് ടു. അവർ പെട്ടുപോയതായിരുന്നു. സ്നേഹവും ആരാധനയും മൂത്ത് അവർ ബാലയുടെ വലയിൽ ചെന്ന് വീണതാണ്. ഇത്രയും വൾഗറായിട്ടുള്ള ഒരാളാണെന്ന് അവർ ഒരു സ്വപ്നത്തിൽ, അവരുടെ ദുസ്വപ്നങ്ങളിൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ചെകുത്താന്റെ കേസിൽ അതൊരു മാപ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് ചെകുത്താൻ അവരുടെ വീട്ടിൽ നേരിട്ട് ചെന്നപ്പോൾ ഒരു മാപ്പ് പറയേണ്ടത്. എന്തിനാണെന്ന് ചെകുത്താൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കുള്ളിൽ അത്രയധികം വിഷമം അത്രയും വർഷങ്ങളോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതേ കേസിൽ തന്നെയാണ് ഈ ആറാട്ടണന്റെ കേസിലും സംഭവിച്ചതെന്നാണ് എലിസബത്ത് അവരുടെ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ പറയുന്നത് ബാല ഇങ്ങനെ ടോർച്ചർ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നീ എന്ത് ഭാര്യയാണ്, നീ ഇങ്ങനെയാണോ ബിഹേവ്, നീ ഇത് മീഡിയയോട് പറയണം, ഇങ്ങനെയൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നീ മീഡിയയോട് പറയണമെന്ന് എല്ലായ്പ്പോഴും ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത്. ഒരു പക്ഷേ അവർ പറയുന്നത് കോകിലയ്ക്കും ചിലപ്പോൾ മേ ബി ഈ ഒരു അനുഭവം ഉണ്ടാകും. കോകില ചിരിച്ചുകൊണ്ട് വരുന്നതായിരിക്കാം, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ വളരെ സിമ്പത്തറ്റിക് ആയിട്ട് എലിസബത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം തൊട്ടുപുറകിലോ ഫ്രണ്ടിലോ തോക്കും പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ടോന്ന് ആർക്കറിയാം, അറിയില്ല. ബാലാതും അതിനപ്പുറവും ചെയ്യുന്ന ഒരു കേസാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ മുൻ ഭാര്യ ഗായികയും അവരുടെ മകളും അവർക്കൊക്കെ കമന്റ്സ് ഒക്കെ പൗർണമി വായിച്ചോ? അവർക്കൊക്കെ ഭയങ്കര അനുകൂലമായിട്ട് ഇപ്പോ കേരളം മുഴുവൻ അവർക്കൊപ്പമാണ്. 3 പേർക്ക് നീതി കിട്ടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഗായിക ഇടയ്ക്ക് ഒരു മറ്റൊരു വിവാഹ ബന്ധത്തിലേക്കൊക്കെ പോയിരുന്നു. അതിനെതിരെ വന്ന വളരെ മോശം രീതിയിലുള്ള ഒരുപാട് കമന്റ്സ് വെച്ച് ഒരാൾ ഇത് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന്, അതായത് മലയാളികളുടെ ഒരു സ്വഭാവത്തെയാണ് പറയുന്നത്. അപ്പം നല്ലതെന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യാനും അറിയാം. പക്ഷെ അവർക്ക് മോശം എന്ന് തോന്നിയാൽ അത് മോശമാണോ അല്ലയോ എന്ന് രണ്ടാമതൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വിമർശനങ്ങളുടെ ഒരു കുത്തങ്ങ് അഴിച്ചുവിടും. അപ്പോൾ ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവര് ഒരു 2 വർഷങ്ങൾ മുൻപ് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ കമന്റ്സ് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. പക്ഷെ അതെന്തോ ആവട്ടെ. പക്ഷെ ഇപ്പോൾ വരുന്നത് എലിസബത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ധൈര്യമായിട്ടുണ്ട്. ആ കുട്ടി ഇപ്പൊ എല്ലാം ഫേസ് ചെയ്യാൻ പഠിച്ചു, നല്ല ധൈര്യം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുൻ ഭാര്യയായ ഗായികയ്ക്കും കുഞ്ഞിനും എലിസബത്തിനും ജസ്റ്റിസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ ഈ പറയുന്ന കോക്കിലേറ്റ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കമന്റ് ആയിട്ട് വരുന്നുണ്ട്. എന്തിനാണ് ഈ കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഒറ്റ ഈ പറയുന്ന നമ്മുടെ കുറെ പ്രസ്റ്റീജിയസ് അല്ലെങ്കിൽ ഇവർ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന പേരുണ്ടല്ലോ, സോക്കോൾഡ് കസ്തൂരി, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്ത് കമന്റ്സ് ഇടുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഈ കൊക്കുലയുടെ വീഡിയോയുടെ അണ്ടറിൽ പോലും കമന്റ്സ് ഇടുന്നത് സപ്പോർട്ട് ഫോർ എലിസബത്ത് ആൻഡ് മുൻ ഗായിക ഒക്കെയാണ്. നമ്മുടെ ചാനലിന് താഴെ വന്നിട്ട് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ട്. അപ്പൊ അതിൽ നോക്കുന്ന എല്ലാം ജസ്റ്റിസ് ഫോർ എലിസബത്ത് നമ്മുടെ അവതരണം മികച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ചില കമന്റുകൾ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് എലിസബത്ത് വേറൊരുത്തന്റെ കൂടെ എലിസബത്ത് ബാല ഉപേക്ഷിച്ച് പോയതല്ലേ, പിന്നെ എന്തിനാണ് എലിസബത്തിനെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ചോദിച്ച് ചില കമന്റുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കമന്റ് ആണ്. അപ്പൊ അതും എനിക്ക് ഇവര് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ബാല നമ്മുടെ ചാനലിലേക്ക് തോക്കും കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൂടാ. ഇനിവേ എന്തായാലും അദ്ദേഹത്തിന്റെ ആരെങ്കിലും കയ്യാളുകളായിരിക്കാം മേ ബി ഈ ഒരു കമന്റ് PR വർക്ക് ഇട്ട് ചെയ്യുന്നത്. ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുന്ന ആ ഒരു അവസരം എല്ലാ രീതിയിലും ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം ഈ പറയുന്ന എലിസബത്തിനെ ആണെങ്കിലും വന്ന് കൊണ്ടുവന്നിരുന്നത് വേറൊരു രീതിയിലും പുള്ളിയുടെ അടുത്തോട്ട് ക്യാമറാസോ മീഡിയാസോ ഒന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയെങ്കിലും ആളുകൾ എത്തട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്ത് വന്നത്. ഇപ്പോ ഈ ഒരു മാരേജിനൂടെ ശേഷം ഇപ്പൊ എലിസബത്ത് ഔട്ടായി. ഒരിടയ്ക്ക് ഇതുപോലെ എലിസബത്ത് ഒന്ന് പോയിട്ട് തിരിച്ചു വന്നാണ്. അന്നും അതിനെ നിർബന്ധപൂർവ്വം ചെയ്യിക്കുന്നതായിട്ടും മീഡിയയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നതായിട്ടും ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവുമായിരുന്നു. ഇന്നിപ്പോ അവർ സ്വസ്ഥമായിട്ട് പോകുന്ന സമയത്താണ് എലിസബത്ത് ഒന്ന് റിവീൽ ചെയ്യാൻ തയ്യാറായത്. കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് എലിസബത്ത് എന്തിലൊക്കെ കൂടെയാണ് കടന്നു പോയെന്ന് പറയാൻ തയ്യാറായപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞു. അതെ, എന്തായാലും എലിസബത്ത് ഇനിയും കൂടുതൽ ഇതല്ല, ഇനി പൈസ ഇടപാടുകളിലും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭവങ്ങൾ എലിസബത്ത് തെളിവ് സഹിതം എൻ്റെ കയ്യിലില്ല ഉണ്ടെന്നാണ് എലിസബത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എലിസബത്തിനെ കൊണ്ട് ഇടിപ്പിക്കുന്ന ലെവലിലേക്ക് ബാല എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും വേണം. കാരണം 3-4 വർഷം മുമ്പ് ഒരു പാവപ്പെട്ട ഗായിക അവർ ഇവനേക്കാളൊക്കെ ഒരുപാട് ഇളയതായിട്ടുള്ള ഒരു പെങ്കൊച്ചിനെ പ്രേമിച്ച് വശത്താക്കി മാനിപ്പുലേറ്റ് ചെയ്ത് കെട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം ജീവനും കൊണ്ട് ഒരു പരാതി പോലും ഇല്ലാതെ ഡൈവോഴ്സ് മാത്രം മതി എന്ന് അപേക്ഷയുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു നാട്ടിലേക്ക്
നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് കോവിഡ് സമയത്ത് ആദ്യമായിട്ട് കോവിഡിന്റെ, ഞാൻ ആ വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് പുറത്തിറക്കുന്നുണ്ട്, ആ കോവിഡ് സമയത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഗായിക തൻ്റെ മകൾക്കെതിരെ വന്നൊരു അലിഗേഷനെതിരെ ആദ്യമായി പ്രതികരിക്കുന്നതും തൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച്. എന്നിട്ടും ബാലച്ചേട്ടാന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അവർ ഒരു വീഡിയോയിലും അയാൾ ഈ പറയുന്ന എടാ പോടാ വാടാ മോശം വർത്താനങ്ങൾ, ഭീഷണി വർത്താനങ്ങൾ ഒന്നും തന്നെ ഈ എലിസബത്തോ ഈ പറയുന്ന ഗായികയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കൾച്ചർ മനസ്സിലാക്കുന്നത്. ഈ ഒരു വീഡിയോയിലും എലിസബത്ത് മോശം തരത്തിലുള്ള വർത്താനങ്ങൾ, കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ മോശമായിട്ടുള്ള ഒരു പരാമർശവും ബാലയെക്കുറിച്ച് അതിനകത്ത് എലിസബത്ത് പറയുന്നില്ല. ഈ പറയുന്ന മുൻ ഗായികയായാലും മുൻ ഭാര്യയായിരുന്ന ഗായികയായിരുന്നാലും ഈ ബാലയെക്കുറിച്ച് ബാലച്ചേട്ട എന്നാണ് പറയുന്നത്. അതായത് ഈ മകളെ കാണിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇയാൾ തുടങ്ങിയ പ്രഹസനം തൊട്ട് അവസാനം ഉണ്ടാക്കിയ കോലാഹലങ്ങൾ വരെ, അതായത് ഈ പെൺകുട്ടിക്ക് കൊടുത്ത ഇൻഷുറൻസ് തുക കള്ള ഒപ്പിട്ട്, അതായത് ഫോർജറി ചെയ്ത് തട്ടിയെടുത്ത കേസിൽ പോലും വളരെ മാന്യമായിട്ടാണ് ഈ ഗായിക അവരുടെ മുൻ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അന്ന് വിശ്വസിച്ചു, അന്ന് അവർ പറഞ്ഞിരുന്നു, അവരെ അന്ന് പൊങ്കാലയിട്ടിരുന്നു ആൾക്കാരിരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം അന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഇങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ മകൾക്ക് കൊറോണ ബാധിക്കാത്ത തൻ്റെ മകൾക്ക് കൊറോണയാണെന്ന് പറഞ്ഞ് ഈ പറയുന്ന ഈ പറയുന്ന ഗായികയെ വിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്യുകയും ആ റെക്കോർഡിങ്സ് മറ്റൊരു പ്രമുഖ ചാനലിലൂടെ വെളിയിലിടുകയൊക്കെ ചെയ്ത് ആ കുട്ടി ആദ്യമായിട്ട് ഈ ഒരു കോൺട്രവേഴ്സിയിലേക്ക് വലിച്ചിടുന്നത് ഈ ബാലയാണ്. അന്നു തൊട്ട് ആ പെങ്കൊച്ചിനും അവരുടെ കുടുംബത്തിനും ആ കുട്ടിക്കൊന്നും സമാധാനം കിട്ടില്ല. അവസാനം അയാളുടെ മകൾ തന്നെ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു, ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വൃത്തികെട്ട അച്ഛനാണ് ഇയാൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇയാളുടെ സ്നേഹവും വേണ്ട, എൻ്റെ അമ്മയും എൻ്റെ ചേച്ചി എൻ്റെ ആൻറ്റിയെയും എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയൊക്കെ വെറുതെ വിട്ടാൽ മതി എന്ന രീതിയിൽ, വെറുതെ വിട്ടാൽ മതി എന്ന രീതിയിലാണ് ബാലയുടെ മകളും അവിടെ നിന്ന് സംസാരിച്ചത്. അതോടുകൂടിയാണ് ബാല കുറച്ച് ഒതുങ്ങിയത്. അതിനുശേഷം എനിക്ക് തോന്നുന്നില്ല ഗായികയ്ക്കെതിരെ അധികം പരാമർശങ്ങളുമായിട്ട് ഇയാൾ ചെന്നിട്ടില്ല. പിന്നീടാണ് എലിസബത്തിന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. സോ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ബാല എന്താണെന്നുള്ളത്. ഇനിയും ഒരു മലയാളി പെൺകുടിയും ഇപ്പോൾ തമിഴന്മാർക്കും കുറേയധികം തമിഴ് മക്കൾക്കും മനസ്സിലായിട്ടുണ്ട് ഇയാൾ എന്താണ്. കാരണം തമിഴ് കമൻസ് ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ചാനലിൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തു നിന്നും ഇയാൾ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്തുകൊണ്ട് വിവാഹം കഴിച്ച് വിവാഹ വാഗ്ദാനം നൽകി നടനാണ് അല്ലെങ്കിൽ 250 കോടിയുടെ ഓണറാണെന്നും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റിക്കരുത്. ഇങ്ങനൊരു ക്രിമിനലിനെ അയാളെ ഉറപ്പായിട്ടും പോലീസ് സ്വമേധയാ നടപടിയെടുത്ത് തന്നെ ആ ഒരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങണമെന്നാണ് പറയാനുള്ളത്.